ഗുഡ് മോർണിംഗ് യൂട്യൂബ് ആൻഡ് ഹാപ്പി ഓണം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹിമാലയനെ കുറിച്ചാണ്. ദ ഒറിജിനൽ ഹിമാലയൻ, ദ റോയൽ എൻഫീൽഡ് ഒറിജിനൽ ഹിമാലയൻ. നമ്മൾ ഇതിന് മുമ്പ് ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഇത്തവണ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഹിമാലയൻ എങ്ങനെയുള്ളവരെടുക്കണം, എന്തൊക്കെ പണികൾ വരാൻ ചാൻസ് ഉണ്ട്, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളൊരു സീരിയസ് ഓഫ് റോഡ് മെഷീൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റിയൊരു ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ 411 കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ന്യൂ ജനറേഷൻ അല്ല, ഷെർപ്പ എഞ്ചിൻ വരുന്ന മോഡലല്ല, ഇതിന് പഴയ മോഡൽ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഓഫ് റോഡ് പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പർപ്പസ് ബൈക്കിന് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. ലോങ് സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ മാത്രമേ നമുക്കൊരു കയറ്റത്തിലായാലും അല്ലെങ്കിൽ ഒരു ടഫായിട്ടുള്ള ടെറൈൻ, കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞൊരു ടെറൈനിലാണെങ്കിൽ പോലും നമുക്ക് സൂപ്പറായിട്ട് നമ്മുടെ എഞ്ചിന് പെർഫോമൻസ് തീരെ ലോ എൻഡിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ അതിനായിട്ട് ഇവർ SOHCയുടെ എഞ്ചിൻ കോൺഫിഗറേഷനാണ് പ്ലസ് ലോങ് സ്ട്രോക്കാണ് ഏറ്റവും വേണ്ടത്. അപ്പോൾ ലോങ് സ്ട്രോക്ക് അതിനായിട്ട് യോജിച്ചൊരു എഞ്ചിനാണ് ഹിമാലയന് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ചാസി ഡിസൈനും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയാണ് പ്രത്യേകത. പക്ഷേ നിങ്ങൾ ഈ ഹിമാലയൻ എടുക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും രണ്ടു വട്ടം ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം റോയൽ എൻഫീൽഡ് റിലയബിലിറ്റി ഇഷ്യൂസ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരന് ഹിമാലയൻ ഉണ്ട്. അവൻ 2017 മോഡലാണ്. അത് അവൻ യൂസ്ഡ് എടുത്താണ്. കിട്ടിയ പണി അപാരമായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ ഷോറൂമിൽ പോയി. ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഞങ്ങൾ ഷോറൂമിൽ പോയി അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കുറേ അനുഭവിച്ചാണ് ഹിമാലയൻ്റെ ബേസിൽ. അപ്പോൾ BS3 ഹിമാലയൻ ചെറിയ വിലക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ചാടിയെടുക്കുന്നവർക്കും കൂടെ ആയിരിക്കട്ടെ ഈ വീഡിയോ. ഇതൊരു ഐ ഓപ്പണറായിട്ട് കണ്ടാൽ മതി. കാരണം യൂസ്ഡ് ഹിമാലയൻ ചെറിയ വിലക്ക് ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. നിങ്ങളെക്കൊണ്ട് താങ്ങും അതിൻ്റെ മെയിൻ്റനൻസ് എന്ത് വന്നാലും പറ്റുമെന്നുള്ളതെങ്കിൽ മാത്രം ഈ ബൈക്കിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡിൻ്റെ ഡിസൈനിനകത്ത് എന്തൊരു ഫ്ലോ ഉണ്ട്. എഞ്ചിൻ്റെ ഹെഡ് ഡിസൈനിനകത്തെ ഫ്ലോ കാണും. എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്ക് ഒരു കാരണമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നിന്നുപോയി. പിന്നെ സെൽഫ് അടിക്കുന്നില്ല. സെൽഫ് ചുമ്മാ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നേരെ അടുത്തുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നമ്മുടെ സാധാ ബൈക്കിനൊക്കെ ആണെങ്കിൽ ഹെഡ് ചെറുതായിട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ കാർബറേറ്റർ ആണെങ്കിൽ കരട്, അങ്ങനത്തെ എന്തെങ്കിലും പണിയേ ഞാൻ ഇതുവരെ കേട്ടുള്ളൂ. ഇവർ പറഞ്ഞ് ഹെഡ് മൊത്തത്തിൽ മാറണമെന്നും പറഞ്ഞിട്ട് ഒരു 21,000 രൂപയുടെ ബില്ലാണ് അവന് കൊടുത്തത്. 21,000 രൂപയാണ് അതിന് കൊടുത്തത്. ആ 21,000 രൂപയുടെ ബില്ല് അവൻ കുറച്ച് വലിയ സാമ്പത്തികമുള്ള ഒരു പയ്യനൊന്നുമല്ല. അവൻ ഓടി നടന്ന് വീടിൻ്റെ അവിടെ നിന്നൊക്കെ നടന്ന് നാട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെ എന്നൊക്കെ മേടിച്ച് ആ 21,000 രൂപയുടെ ബില്ലടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ ഹെഡിന് മാത്രം എങ്ങാണ്ട് 8,000 രൂപയോളം വില വന്നു. ഹെഡ് മൊത്തത്തിൽ മാറി. കാരണം ഹെഡ് മൊത്തത്തിൽ ഒരിക്കലും മാറേണ്ടി വരത്തില്ല. അത് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ്. OHV കോൺഫിഗറേഷൻ ആണെങ്കിൽ മാത്രമാണ് ഹെഡിനകത്ത് വാൽവ് സ്ഥിരീകരിച്ച് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഹെഡിനകത്താണ് വാൽവ് ഉൾക്കൊള്ളിച്ച് വെച്ചേക്കുന്നത്. OHV കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ബുള്ളറ്റ്, ക്ലാസിക് 500, ക്ലാസിക് 350 ഒക്കെ ഹെഡിനകത്ത് തന്നെ വാൽവ് കൊള്ളിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഒരു പഴയ പ്രിമിറ്റീവ് ടെക്നോളജിയാണ്, പുഷ് റോഡ് എന്ന് പറയും. ആ മെക്കാനിസം ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പണി വന്നിട്ടുണ്ടെങ്കിൽ ഹെഡ് മൊത്തത്തിൽ മാറാൻ പറ്റത്തുള്ളൂ. ഹിമാലയൻ എന്ന് പറഞ്ഞാൽ SOHC ആണ്. SOHC കോൺഫിഗറേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് വാൽവ് ഇൻഡിവിജ്വലായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെ ഊരിയെടുക്കാൻ പറ്റും, പുതിയ വാൽവ് വെക്കാൻ പറ്റും, വാൽവ് സീറ്റ് ചെയ്യാൻ പറ്റും, ലേത്തി കൊണ്ടുപോയി, അങ്ങനെ പല പരിപാടി നടക്കും. ഇതെന്തുകൊണ്ടോ അവന്മാരുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ടാന്ന് തോന്നുന്നു ഒരു 8,000 രൂപയുടെ ബില്ലടിച്ചവൻ്റെ കൈ കൊടുത്തു. ആ സാധനത്തിന് മാത്രം, പാട്ടിന് മാത്രം ഹെഡ് മൊത്തത്തിൽ മാറണമെന്ന് പറഞ്ഞ് 8,000 രൂപയുടെ ഹെഡ് മാറി. 8,000 രൂപയുടെ ഹെഡ് മാറി. മൊത്തത്തിൽ എല്ലാം കൂടെ ഓയിലും എല്ലാം കൂടി 21,000 രൂപയുടെ സർവീസ്. 21,000 രൂപയുടെ സർവീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ബൈക്ക് എടുക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓടിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നേരെ ബൈക്കും കൊണ്ട് തിരിച്ചു പോകുന്നു വെച്ചാൽ നമ്മൾ പോയത് നമ്മുടെ ബണ്ട് റോഡ് വരെ, കോട്ടയം ബണ്ട് റോഡ് വരെ ആയപ്പോഴത്തേക്കും റോയൽ എൻഫീൽഡ് ഷോറൂം അവിടെയുള്ള കോട്ടയത്തുള്ള ഷോറൂമിൽ ബണ്ട് റോഡ് വരെ ആയപ്പോഴത്തേക്കും വണ്ടി ചത്തുപോയി. അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവർക്ക് വരാൻ ഒരു താല്പര്യമില്ല, കാരണമില്ല, അല്ലെങ്കിൽ വരുന്നതിന് ഇനിയും 2,500 രൂപ വേണം എങ്ങാണ്ട് ലിഫ്റ്റിംഗ് ചാർജ് കൊടുക്കണമെന്ന്. ഞങ്ങൾ പിന്നെ അത് നേരെ രാത്രിയിൽ പുതിയ ഷോറൂമിൽ 21,000 രൂപ കഴിഞ്ഞ വണ്ടി 21,000 രൂപയ്ക്ക് പണിത വണ്ടി തിരിച്ചെടുക്കാനായിട്ട് അവർക്കൊരു മര്യാദയില്ല. പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്ക് നേരെ ഒരു 2 പാവങ്ങൾ വന്ന് അവരുടെ യൂണിക്കോൺ വെച്ച് ഈ വണ്ടിയെ ഹിമാലയനെ ചവിട്ടിത്തള്ളി ഒരു വീടിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ നേരെ ബസ് കയറി വീട്ടിൽ പോയി. പിറ്റേ ദിവസം തിരിച്ച് വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കാണിച്ചത്. കാരണം നമ്മുടെ മനസ്സിലുള്ളത് കാർബറേറ്ററിനകത്ത് കരട് വല്ലതായിരിക്കും എന്നാണ്. നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ആ വർക്ക്ഷോപ്പിലെ ചേട്ടനും നോക്കി പഠിച്ചപടി വേണ്ടി നോക്കിയത് വണ്ടി ഓണാവുന്നില്ല. അവസാനം ടാങ്ക് ഒരു നോക്കിയപ്പോഴത്തേക്കും ടാങ്കിനകത്ത് ഇവന് ഓൾമോസ്റ്റ് പകുതി വരെ പെട്രോൾ ഒഴിച്ച് വെച്ചിട്ടാണ് കൊടുത്തത്. ആ കറക്റ്റ് കുലുങ്ങുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും ടാങ്ക് ഫുള്ള് വെള്ളം. ഷോറൂം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി ഓരത്ത് സൈഡിൽ കൊണ്ട് വെച്ചപ്പോഴത്തേക്കും വല്ലതും ടാങ്കിൽ കൂടെ ഇറങ്ങിപ്പോയതായിരിക്കുമെന്ന്.
ഇതൊക്കെ എനിക്കൊരു പുതുമയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്ര നാളത്തെ എൻ്റെ ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസിൽ ഇങ്ങനെയൊക്കെ ടാങ്കിൽ എങ്ങനെ വെള്ളം കയറുന്നു എനിക്ക് തോന്നി പലപ്പോഴും. അപ്പോൾ ഞാൻ ആലോചിച്ച് പോയി. പിന്നെ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് ഒരു രക്ഷയില്ല. തിരിച്ച് ഷോറൂമിൽ ഞങ്ങൾ എൻ്റെ ആവിയേറ്റർ വെച്ച് ചവിട്ടി തള്ളി ഈ ബൈക്ക് കൊണ്ട് ഷോറൂമിൽ കൊടുത്തു. ഷോറൂമിൽ കൊടുത്തപ്പോഴത്തേക്കും ഒരു മര്യാദ ഈ റോയൽ എൻഫീൽഡിലെ തെണ്ടികൾ ഒരു മര്യാദ നമുക്ക് തരുന്നില്ല. ഒന്നിൽ അമ്മമാരെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഈ വണ്ടി കംപ്ലൈൻ്റ് ആയത്. അതൊന്നും അമ്മമാർ നോക്കുന്നില്ല. അമ്മമാരെന്തോ നമ്മളെന്തോ അമ്മമാർക്ക് കടം മേടിച്ച പോലത്തെ പെരുമാറ്റമായിരുന്നു. അങ്ങനെ രണ്ടാമത് ഷോറൂമിൽ കൊണ്ട് കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മമാർ ഒന്നും കൂടെ നോക്കാമെന്നും പറഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു സംഭവം, എന്തോ സ്ക്രൂവോ നട്ടോ എന്തോ എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല, അതിടാൻ മറന്നുപോയി. അതുകൊണ്ടാണ് വണ്ടി ഒട്ട് നിന്ന് പോയെന്നാണ് പറഞ്ഞത്. വണ്ടി അങ്ങനെ റെഡിയായി. അതുകൊണ്ട് റോയൽ എൻഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകെ നടക്കാനുള്ള മനസ്സ് വേണം. ഇപ്പം വണ്ടി ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാൽവൊക്കെ സീറ്റ് എടുക്കാനുള്ള മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു നോളജ് വേണം വണ്ടിയെക്കുറിച്ച്. അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് സർവീസ് വേണം, നിങ്ങൾ ഒത്തുപോകത്തില്ല, നല്ലൊരു മുട്ടൻ പണി കിട്ടുന്നുണ്ട്.